വീക്കാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർവകലാശാല പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചില വിവാദപരമായ തീരുമാനങ്ങളും ഇന്നലെ കേരള സർവകലാശാല ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പരീക്ഷയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരള സർവകലാശാല എടുത്ത വിവാദപരമായ ചില തീരുമാനങ്ങൾ. ആ വിവാദങ്ങൾ കെട്ടടങ്ങുമോ അതോ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് തന്നെ പോകേണ്ടി വരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇതാണ് ഇന്നലെ കേരള സർവകലാശാല പുറത്തുവിട്ട പത്രക്കുറിപ്പ്. ഈ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. 2020 മെയ് മാസം നടത്തുന്ന 6ാം സെമസ്റ്റർ BA, BSc, BCom, CBS പരീക്ഷയോട് അനുബന്ധിച്ച് സമർപ്പിക്കേണ്ട പ്രോജക്റ്റ് റിപ്പോർട്ട്, ഡെസർട്ടേഷൻ എന്നിവ 2020 മെയ് 29 മുമ്പായി അതാത് കോളേജുകളിൽ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ പുറത്തുവിട്ട ടൈം ടേബിൾ ഇതാണ്. 2020 മെയ് 21 ആരംഭിക്കുന്ന 6ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് CBS, BA, BSc, BCom, BPA, BBA, BSA, BSW, BVoc എന്നിവയുടെ പരീക്ഷാ തീയതികൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇതനുസരിച്ച് BA പരീക്ഷകൾ രാവിലെയും മറ്റു പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷവും നടത്തുന്നതാണ് എന്നും കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം വന്നിരിക്കുന്നത് 2020 മെയ് മാസം നടത്തുന്ന BA, BCom, BSc, BCA, CSS 5ഉം 6ഉം സെമസ്റ്റർ പരീക്ഷകളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് 18 ആരംഭിക്കും. അതോടൊപ്പം തന്നെ മെയ് 20 വരെ പിഴ കൂടാതെയും 150 രൂപ പിഴയോടെ മെയ് 22 വരെയും 400 രൂപ അധിക പിഴയോടെ മെയ് 23 വരെയും ഫീസ് അടയ്ക്കാവുന്നതാണ്. ഓൺലൈനായി മാത്രമേ ആ ഫീസ് അടയ്ക്കാൻ കഴിയൂ. അതിൻ്റെ ലിങ്കും കേരള യൂണിവേഴ്സിറ്റി പത്രക്കുറിപ്പിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാർത്തയാണ്, ഈ ഒരു പത്രക്കുറിപ്പാണ് തീർച്ചയായിട്ടും ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ്, ഈ തീരുമാനങ്ങൾക്കെതിരെയാണ് വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറക്കിയിരിക്കുന്നത്. അവരെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് കേരളത്തിലെ മറ്റ് സർവകലാശാലകളെല്ലാം തന്നെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പോലും എടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കേരള സർവകലാശാല മാത്രം എന്തിനാണ് പെട്ടെന്ന് ഇത്ര ധൃതി പിടിച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്തുന്നത്? അതോടൊപ്പം തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് നീട്ടുവാൻ UGC നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടതിന്റെ സാഹചര്യം എന്താണ്? അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ സബ് സെന്ററുകൾ കൂടുതലായി അനുവദിക്കണമെന്നുള്ള ഒരു ന്യായമായ ആവശ്യം കൂടിയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ 21-ാം തീയതി പരീക്ഷ നടത്തുവാനുള്ള ഒരു തീരുമാനമുണ്ടായത് കോളേജ് പ്രിൻസിപ്പൽമാരും വൈസ് ചാൻസലറും കൂടി നടത്തിയ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ പറയുന്നുണ്ട്, കോളേജുകളിലേക്ക് എത്താൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി സബ് സെന്ററുകൾ ആരംഭിക്കും, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സബ് സെന്ററുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് ഒറ്റ കാര്യമാണ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ കേരള സർവകലാശാല പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സബ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം, കേരളത്തിലെ മിക്കവാറുമുള്ള എല്ലാ ജില്ലകളിലും ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുടുങ്ങി കിടപ്പുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ലോക്ക്ഡൌൺ കാരണം എത്താതിരിക്കാനുള്ള സാഹചര്യമുണ്ട്. ലോക്ക്ഡൌൺ ഇനിയും നീട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വരിക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്ന ഏറ്റവും ന്യായമായ ആവശ്യം ഇതാണ്, 21-ാം തീയതി പരീക്ഷ മാറ്റിവെക്കുവാൻ പരമാവധി ശ്രമിക്കുക. ഇല്ല എങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ നടത്തിപ്പിന് വേണ്ടി ഒരു സബ് സെന്ററുകളെങ്കിലും തുറക്കണമെന്നാണ് കേരള സർവകലാശാലയുടെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 29-ാം തീയതിക്ക് മുമ്പ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശവും കേരള സർവകലാശാല മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതും അപ്രാപ്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ മാനസികമായ പല സംഘർഷങ്ങളും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ 29-ന് തന്നെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുവാനുള്ള തീരുമാനം അത് നിഷേധാത്മക നിലപാടാണ്, അല്ലെങ്കിൽ പ്രതിഷേധാത്മക നിലപാടാണ് എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. നിരവധി വിദ്യാർത്ഥി സംഘടനകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് എന്ന സൂചനയും ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധത്തിന് ഫലം കാണുമോ എന്നുള്ളത് സംശയമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും പ്രതിസന്ധികളും എല്ലാം കേരള സർവകലാശാല ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അതിനെ തരണം ചെയ്തുകൊണ്ട് കൃത്യമായ ഡേറ്റിൽ തന്നെ പരീക്ഷ നടത്തിയ പാരമ്പര്യം കേരള സർവകലാശാലയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ സർവകലാശാല പരീക്ഷ മാറ്റുവാനുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല. മാത്രമല്ല കേരള സർവകലാശാലയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ജില്ലകളായ 4 ജില്ലകളിലും രോഗബാധിതരുടെ എണ്ണം
വളരെയധികം കുറവാണ് എന്നുള്ളതാണ് കേരള സർവകലാശാലയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകളാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4 ജില്ലകളിലെ ഇപ്പോഴത്തെ നിലവിലത്തെ സ്ഥിതി അത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. രോഗബാധയുടെ എണ്ണം താരതമ്യേന വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് ഈ ജില്ലകൾ എന്നുള്ളതും കേരള സർവകലാശാലയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പരീക്ഷ നീട്ടുക അല്ലെങ്കിൽ പരീക്ഷ മാറ്റിവെക്കാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പോൾ കാണുന്നില്ല. അതോടൊപ്പം തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലർ മറ്റൊരു വിവരം കൂടി അറിയിച്ചിരിക്കുന്നത്, പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായ പരീക്ഷ നടത്തുവാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുമെന്നും സർവകലാശാല വൈസ് ചാൻസലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതായത് മറ്റ് സബ് സെന്ററുകളൊന്നും തന്നെ ആരംഭിക്കുവാൻ നിലവിൽ സാധ്യതയില്ല. ഈ 4 ജില്ലകളിൽ മാത്രമേ സബ് സെന്ററുകൾ ഉണ്ടാകൂ. പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷയും ഉണ്ടാകും. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സർവകലാശാല പരീക്ഷകൾ മാറ്റിവെക്കുവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സർവകലാശാലയ്ക്കും അല്ലെങ്കിൽ വൈസ് ചാൻസലർക്കൊക്കെ പരാതി ഓൺലൈനായിട്ട് കൊടുക്കുവാനുള്ള ഒരു അവസരമുണ്ട്. അതിന് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഇപ്പം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പരമാവധി പരിശ്രമിക്കുക. പരീക്ഷ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രതിസന്ധി കാലത്ത് പരീക്ഷ മാറ്റിവെക്കുവാനുള്ള ഒരു ബോധ്യം സർവകലാശാലയെ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.